മലപ്പുറം ഈസ്റ്റ് ജില്ലാ സാഹിത്യോത്സവിൽ നഷീദ ജനറൽ നഷീദയിൽ 1ാം സ്ഥാനം നേടിയ പ്രിയപ്പെട്ട കൂട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നു. നിങ്ങളേതാ ഡിവിഷൻ ഏതാ? നിലമ്പൂർ ഡിവിഷൻ. നിലമ്പൂർ ഡിവിഷൻ. അതുമാത്രമല്ല ഇവര് ജനറൽ കവ്വാലിയിൽ 3ാം സ്ഥാനവും നേടിയിട്ടുണ്ട്. നഷീദയിൽ 4ാം തവണയാണ് സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പം ഇവരോട് വിശേഷങ്ങൾ ചോദിക്കാം. ആദ്യമായിട്ട് അഭിനന്ദനങ്ങൾ. എന്തൊക്കെയായിരുന്നു സാഹിത്യോത്സവിന്റെ ഒരു വിശേഷങ്ങൾ? സാഹിത്യോത്സവ് വിശേഷങ്ങൾ ചിലപ്പോ കുറെ വർഷമായി. ഇപ്പൊ എന്റെ അവസാനത്തെ വർഷമാണത്. അവസാന വർഷവും സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ ആ ഒരു ഹാപ്പിനെസ് ഉണ്ട്. നിങ്ങൾ ടീം കാലങ്ങളായിട്ട് ഒരുമിച്ചാണ് എല്ലാവരും പഠിക്കുകയാണ്. ഞാൻ ജോലി ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് ആ നഷീദയുടെ ഒരു ചെറിയ ഭാഗം ഒന്ന് അവതരിപ്പിച്ചാലോ? ما طاب عيش ولا وجودي اللهم صل على محمد يا ربي صل عليه وسلم. ഇതുപോലെ ഇന്നലെ നടന്ന ജനറൽ കവ്വാലി വളരെ ആവേശത്തോടുകൂടെ നിങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 3ാം സ്ഥാനം നേടിയിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള കാവ്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിലൊരു തമിഴ് കാവ്യം നിങ്ങൾ അവതരിപ്പിച്ചിരുന്നല്ലോ, അത് ജസ്റ്റ് ഒന്ന് അവതരിപ്പിക്കാവോ? அந்த இரவன் வழியில் சென்றவரே மக்களிருளை அகற்றி வென்றவரே, அந்த இரவன் வழியில் சென்றவரே மக்களிருளை அகற்றி வென்றவரே, அருள் வடிவில் விளங்கும் வல்லவரே, വല്ല അല്ലാഹു ധ്യാനത്തിലുള്ളവരേ. അപ്പം വളരെ സന്തോഷം. സംസ്ഥാന തലത്തിൽ നഷീദക്ക് 1ാം സ്ഥാനം കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. തൻവീറുദ്ദീൻ സഖാഫി, പിന്നെ സാദത്ത് വമ്പാട്, ഞങ്ങളെ സ്വന്തം കുഞ്ഞിപ്പ എന്നീ 2 ആളുകളാണ്. നമ്മളെ ഉറക്കം ഊണഴിച്ച് നമ്മളെ പരിശീലിപ്പിച്ച്, പിന്നെ കുഞ്ഞിപ്പ ദിവസം വീട്ടിലേക്ക് വരുത്തി ഭക്ഷണമൊക്കെ തന്ന് നമ്മൾ 1 മാസത്തോളം പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ട് ഈ ഒരു നിലയിൽ എത്തിച്ചു. പ്രത്യേകിച്ച് കുഞ്ഞിപ്പാക്കും ഹാഫിദ് തൻവീർ ഉസ്താദിനും ഞങ്ങൾ മനസ്സറിഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു. ഒരുപാട് ദിനരാത്രങ്ങളുടെ കഷ്ടപ്പാടുണ്ട്, പിന്നിൽ ഒരുപാട് സംഘാടനമുണ്ട്. മത്സരാർത്ഥികൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും സന്തോഷങ്ങളും അറിയിക്കുകയാണ്.